السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد. സ്നേഹമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാഹ്, പരിശുദ്ധ ഖുർആനിൽ നിന്നുള്ള അതുല്യമായ പ്രാർത്ഥനകളാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെ സംബന്ധിച്ചും ഗൗരവത്തെ സംബന്ധിച്ചും കഴിഞ്ഞ ദർസിൽ മറ്റു പല സന്ദർഭങ്ങളിൽ നൽകിയതുപോലെ നാം വിശദീകരിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഓർമ്മയിൽ വേണമെന്ന് പ്രത്യേകം വസിയ്യത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആനിൽ വന്ന ഒരു പ്രാർത്ഥനയാണ് സൂറത്തു ത്വാഹയിലെ 114 ആയത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നതായിട്ടാണ് ആ ആയത്തിലുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫതആലല്ലാഹുൽ മലികുൽ ഹഖ്. ഫതആലല്ലാഹ്, അല്ലാഹു ഉന്നതനായിരിക്കുന്നു, ഔന്നിത്യമേറിയവനായിരിക്കുന്നു. അൽ മലികുൽ ഹഖ്, അവനാണ് യഥാർത്ഥ രാജാവ്. ഈ മഹാപ്രപഞ്ചത്തിൻ്റെ മനുഷ്യരുടെ യഥാർത്ഥ രാജാവ് അല്ലാഹുവാണ്. അങ്ങനെയുള്ള അല്ലാഹു അത്യുന്നതനായിരിക്കുന്നു. വലാ തഅജൽ ബിൽ ഖുർആനി മിൻ ഖബ്ലി അൻ യുഖ്ദാ ഇലൈക വഹ്യു. നബിയെ, താങ്കൾ ഖുർആൻ കൊണ്ട് ധൃതി വെക്കരുത്. വലാ തഅജൽ ബിൽ ഖുർആനി മിൻ ഖബ്ലി അൻ യുഖ്ദാ ഇലൈക വഹ്യു. താങ്കളിലേക്ക് വഹ്യ് നൽകപ്പെട്ട് തീരുന്നതിന് മുമ്പായി ഖുർആൻ കൊണ്ട് ധൃതി വെക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അങ്ങനെ പറയാനുള്ള പശ്ചാത്തലം, മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ ഓതി കൊടുക്കുമ്പോൾ വഹിയായി ഒരു പുതിയ ചാപ്റ്റർ, പുതിയൊരു അധ്യായം അല്ലെങ്കിൽ പുതിയ ആയത്തുകൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഓതി കൊടുക്കുമ്പോൾ അത് മറന്നു പോകുമോ എന്ന് പേടിച്ചിട്ട്, ആദ്യത്തെ ആയത്ത് രണ്ടാമത്തെ ആയത്തിലേക്ക് എത്തുമ്പോൾ മറന്നു പോകുമോ എന്ന് പേടിച്ചിട്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൂടെ ധൃതി വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ ഓതി എന്നാണ്. ഹിഫ്ളാക്കാൻ വേണ്ടി ജിബ്രീലിൻ്റെ കൂടെ തന്നെ അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതുകയാണ്, ധൃതി വെക്കുകയാണ്, സ്പീഡ് കൂട്ടുകയാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അങ്ങനെ ധൃതി വെക്കണ്ട, വഹി ഇറങ്ങുന്നത് വരെ സാവകാശം അത് കേൾക്കുക. എന്താണോ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഓതി തരുന്നത് അത് സാവകാശത്തിൽ മനസാന്നിധ്യത്തോടു കൂടി കേൾക്കുക. അള്ളാഹു താങ്കളെ മറപ്പിക്കുകയില്ല എന്നാണ്. സനുഖ്രിഉക ഫലാ തൻസ, നാം താങ്കൾക്ക് ഓതിത്തരും നബിയെ, ഫലാ തൻസ, താങ്കൾ ഒരിക്കലും മറന്നു പോകില്ല. ഇല്ലാ മാഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചതൊഴികെ. അള്ളാഹു മറപ്പിക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചിട്ട് അള്ളാഹു മറപ്പിക്കുക എന്നല്ലാതെ നബിയെ താങ്കളോട് മറന്നു പോകില്ല. അതുകൊണ്ട് നാം ഓതിത്തരും, ധൃതി വെക്കണ്ട, സാവകാശത്തിൽ കേൾക്കുക, എന്നിട്ട് അതിന് ശേഷം പാരായണം ചെയ്താൽ മതി. അതാണ് മിൻ ഖബ്ലി അൻ യുഖ്ദാ ഇലൈക വഹ്യു. വിലക്കിയിട്ടുള്ളത് വഹ്യ് തീരുന്നതിന് മുമ്പാണ്. എന്നാൽ വഹ്യ് തീർന്നതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റിപ്പീറ്റ് ചെയ്ത് ഖുർആൻ ഓതുന്ന ആളാണ്. നമസ്കാരത്തിൽ ഓതും, സ്വഹാബികൾക്കല്ലാതെ ഓതിക്കൊടുക്കും. അതേപോലെ നബിയുടെ യാത്രയിലും കിടന്നുറങ്ങുമ്പോഴുമൊക്കെ നിരന്തരമായി ഖുർആൻ ഓതുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅ്ബായിരുന്നു. അമ്പിയാക്കളൊക്കെ വേദഗ്രന്ഥങ്ങൾ നിരന്തരം പാരായണം ചെയ്യുന്നവരായിരുന്നു എന്നാണ്. അമ്പിയാക്കളുടെ ഒരു പ്രത്യേകത, അവർ നിരന്തരം വേദഗ്രന്ഥം പാരായണം ചെയ്യുന്നവരായിരുന്നു. എന്നിട്ട് പറഞ്ഞു, വഖുൽ, നബിയെ ഇങ്ങനെ പ്രാർത്ഥിക്കണം, നിങ്ങൾ ധൃതി വെക്കേണ്ടതില്ല നബിയെ, മറിച്ച് പ്രാർത്ഥിക്കണം. എന്താ പ്രാർത്ഥിക്കേണ്ടത്? വഖുൽ റബ്ബി സിദ്നി ഇൽമാ. റബ്ബി, എൻ്റെ റബ്ബേ, എൻ്റെ രക്ഷിതാവേ, സിദ്നി ഇൽമാ, എനിക്ക് നീ ഇൽമു വർദ്ധിപ്പിക്കണമേ. ഈ ആയത്ത് ഒരുപാട് നേരം വിശദീകരിക്കേണ്ടുന്ന ഒരു ആയത്താണ്. പക്ഷെ നമ്മുടെ വിഷയത്തിൻ്റെ കോണ്ടക്സ്റ്റ് അതല്ലാത്തത് കൊണ്ട് ഈ ഭാഗം മാത്രമേ പറയുന്നുള്ളൂ. അതിൽ പ്രധാനപ്പെട്ട പോയിന്റ് മാത്രം ഞാൻ പറഞ്ഞു പോകാം. അതിലൊന്ന്, അറിവിൻ്റെ വിഷയത്തിൽ തിരക്ക് കൂട്ടേണ്ടതില്ല. പ്രത്യേകിച്ചും ഖുർആനിൻ്റെ കാര്യത്തിൽ സാവകാശം മതി, തിരക്ക് വേണ്ട.
സാവകാശത്തോടുകൂടി മനസ്സാന്നിധ്യത്തോടുകൂടി ഖുർആൻ പാരായണം ചെയ്യുകയും പഠിക്കുകയും ചെയ്യണം. അത് ഹൃദയത്തിൽ രൂഢമൂലമായിരിക്കും. പെട്ടെന്നുള്ളത് പെട്ടെന്ന് തന്നെ നഷ്ടപ്പെട്ടു പോവാൻ കാരണമായിത്തീരും. മറിച്ച് നിരന്തരമായ ബന്ധമാണ് ഖുർആനിൻ്റെ വിഷയത്തിൽ വേണ്ടത്. സാവകാശവും ക്ഷമയുമാണ് ഖുർആനിൻ്റെ വിഷയത്തിൽ വേണ്ടത്. അപ്പോൾ നിരന്തരമായി ക്രമപ്രവൃദ്ധമായി ചിട്ടയോടുകൂടി നിങ്ങളിൽ ഒരാൾ ഖുർആൻ പഠിക്കുകയാണെങ്കിൽ എത്ര കുറച്ച് ദിവസം പഠിച്ചാലും ദിവസങ്ങൾ കഴിയുന്നതിനനുസരിച്ച് അതൊരു വലിയ ഗനീമത്തായി മാറും, വലിയ ഒരു ഓഹരിയായി മാറും. പക്ഷേ എനിക്ക് കഴിവില്ല എന്ന് കരുതി പല ആളുകളും കഴിവില്ല എന്ന് പറയുന്നത് എന്താണ്? പല ആളും തെറ്റിദ്ധരിച്ചിട്ടുള്ളത് ഒരു ദിവസം ഇരുന്ന് ഒരു സൂറത്ത് തന്നെ പഠിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ ദുർബലനാണ്. ഒരു ദിവസം ഒരു സൂറത്ത് തന്നെ ഹിഫ്ളാക്കണം, അപ്പോഴേ ഞാൻ കഴിവുള്ള ആളാവും. അല്ലെങ്കിൽ ഒരു ദിവസം 2 പേജ്, അല്ലെങ്കിൽ ഒരു ദിവസം 1 പേജ്, ഒരു ദിവസം 1 പേജ് പഠിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ ദുർബലനാണ്. പോകട്ടെ, ഒരു ദിവസം 1 ആയത്ത് പഠിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ ദുർബലനാണ്. ഇങ്ങനെയൊന്നും വിചാരിക്കണ്ട. ഒരു ദിവസം 1 ഹർഫാണെങ്കിലും ഒരുപാട് വർഷങ്ങൾ ഒരായത്ത് പോലും ഹിഫ്ളാക്കാതെ ജീവിക്കുന്നതിനേക്കാൾ ഖൈറ് ഒരു ദിവസം ഒരക്ഷരം പഠിച്ചിട്ട് 10 ദിവസം കൊണ്ട് ഒരായത്ത് പഠിക്കലാണ്. അൽഹംദുലില്ലാ. കാരണം അതിന് അത്രയും മഹത്വമുണ്ട് പരലോകത്ത്. ഓരോ ആയത്തും ഹിഫ്ളാക്കുന്നവർക്ക് അതിനനുസരിച്ചുള്ള മഹത്വമുണ്ട്. ആ ആയത്ത് തദബ്ബുർ ചെയ്യുന്ന ആളുകൾക്കോ, അഥവാ ലിയദ്ദബ്ബറു ആയാതി, ഖുർആനിലെ ആയത്തുകളെ തദബ്ബുർ ചെയ്യണം. എന്താണ് തദബ്ബുർ? തിരക്ക് കൂട്ടാതെ ആലോചിക്കണം എന്നാണ്. തദബ്ബുർ എന്ന് പറഞ്ഞാൽ തിരക്ക് വെക്കാതെ, ധൃതി വെക്കാതെ സാവകാശത്തിൽ അതിനെക്കുറിച്ച് ചിന്തിക്കലാണ്. അപ്പോൾ ഖുർആനിന്റെ വിഷയത്തിൽ നബിയോടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വലാ തഅജൽ ബിൽ ഖുർആൻ മിൻ ഖബ്ലി അൻ യുഖ്ദാ ഇലൈക വഹ്യു. വഹി കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് തിരക്ക് കൂട്ടണ്ട, സാവകാശം ഉണ്ടായിക്കോട്ടെ. അതേ സമയത്ത് വഖുൽ, റബ്ബിനോട് പ്രാർത്ഥിക്കണം, റബ്ബി സിദ്നി ഇൽമ, അല്ലാഹുവേ നീ എനിക്ക് ഇൽമ വർദ്ധിപ്പിക്കണമേ. അവിടെ റബ്ബി സിദ്നി ഇൽമ, റബ്ബ് എന്നുള്ള വേർഡാണ് ഉപയോഗിച്ചത്. എന്തുകൊണ്ടാണത്? റുബൂബിയത്തിന്റെ ഉടമസ്ഥനായ റബ്ബിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റുബൂബിയത്തിന്റെ ഭാഗമായി വരുന്നതാണ് എന്ത്? സൃഷ്ടികൾക്കറിയാത്തത് പഠിപ്പിച്ചു കൊടുക്കുക, പ്രത്യേകിച്ച് മനുഷ്യനെ. അതുകൊണ്ടാണ് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്റം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. നോക്കൂ, അല്ലദീ അല്ലമ ബിൽ ഖലം, പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചു. അക്ഷരങ്ങൾ എഴുതാൻ മനുഷ്യനെ പഠിപ്പിച്ചത് ആരാ? വ്യത്യസ്ത രാജ്യങ്ങളിലുള്ളവർ എഴുതുന്ന അക്ഷരങ്ങൾ നോക്കൂ, ഒന്ന് മറ്റൊന്നിനോട് വളരെയധികം വ്യത്യസ്തമാണ്. ചില രാജ്യങ്ങളിലെ ഭാഷ എഴുതുന്നത് കാണുമ്പോൾ കുറേ വരകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കള്ളികളായി എഴുതിയത് കാണാം. നമുക്കൊന്നും അറിയില്ല, പക്ഷെ ആ നാട്ടുകാർ അത് വായിക്കുകയും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുകയും ചെയ്യുന്നു. മഹാത്ഭുതമല്ലേ അത്? ആരാണിത് പഠിപ്പിച്ചത്? ഇങ്ങനെ പേന ഉപയോഗിക്കാനും അതുകൊണ്ട് അക്ഷരങ്ങൾ എഴുതാനും, ആ അക്ഷരങ്ങൾ കൂടിച്ചേർന്നാൽ അതൊരു വാക്കായി തീരുന്നത്, ആ വാക്കിനൊരർത്ഥമുണ്ടാകുന്നത്, ആ അർത്ഥം മനുഷ്യന്റെ ഹൃദയത്തിന് മനസ്സിലാകുന്നത്, മനുഷ്യന്റെ തലച്ചോറിന് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്നത്, അതനുസരിച്ച് പിന്നീട് മനുഷ്യൻ പ്രവർത്തിക്കുന്നത്, അതൊരു അത്ഭുതകരമായ പ്രോസസ്സാണത്. ഒരു വലിയ പ്രോസസ്സാണത്. നിങ്ങൾ നോക്കൂ, നമ്മളൊരായത്ത് വായിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ആ അക്ഷരങ്ങൾ നമുക്ക് മനസ്സിലാവണം, ആ വേർഡിന്റെ അർത്ഥം മനസ്സിലാകണം, അത് എന്തു ഉദ്ദേശത്തിനാണ് ആയത്തിറങ്ങിയെന്ന് മനസ്സിലാകണം. പിന്നെ അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്നു. നോക്കൂ നിങ്ങൾ, നമ്മുടെ കണ്ണൊരു ഗ്രന്ഥത്തിലേക്ക് പോകുന്നു, പിന്നീട് ആ മനുഷ്യൻ മറ്റൊരു മനുഷ്യനായി മാറുന്നു. അത്ഭുതകരമല്ലേ ആ പ്രതിഭാസം? ആരാണത് സംവിധാനിച്ചത്? റുബൂബിയത്തിന്റെ ഉടമസ്ഥനായ റബ്ബാണ്. ഇൽമ നൽകുന്നത് അല്ലാഹുവാണ്. അല്ലമൽ ഇൻസാന മാ ലം യഅലം, മനുഷ്യനറിയാത്തതൊക്കെ പഠിപ്പിക്കുന്നത് അല്ലാഹുവാണ്. വഫഹംനാഹ സുലൈമാൻ എന്ന് ഖുർആനിൽ കാണാം. സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നാം ഫഹ്മ് നൽകി എന്ന് പറഞ്ഞാൽ ഗ്രാഹ്യത നൽകി. ഒക്കെ ആരിൽ നിന്നാണ്? അള്ളാഹുവിൽ നിന്നാണ്. അപ്പോൾ ഇൽമ കിട്ടേണ്ടത്, ഫഹ്മ് കിട്ടേണ്ടത്, ഫിഖ്ഹ് കിട്ടേണ്ടത് ഒക്കെ അള്ളാഹുവിൽ നിന്നാണ്. യുഅ്തിൽ ഹിക്മത മൻ യശാ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഹിക്മത്ത് നൽകുന്നു, തത്വജ്ഞാനം നൽകുന്നു. അപ്പോൾ നൽകുന്നവൻ ആരാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു, റബ്ബി ഹബ്ലി ഹുക്മൻ, അള്ളാഹുവേ നീ എനിക്ക് ഹുക്മ അഥവാ ഇൽമ നൽകണമേ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. കാരണം ഹുക്മ നൽകുന്നവൻ, ഇൽമ നൽകുന്നവൻ അള്ളാഹുവാണ്. വലമ്മാ ബലഗ അശുദ്ധഹു ആതൈനാഹു ഹുക്മൻ വഇൽമാ, അവർക്ക് അവരുടെ ശിദ്ദത്ത് വന്നപ്പോൾ, പ്രായം അതിന്റെ ഏറ്റവും പക്വതയിലെത്തിയപ്പോൾ അവർക്ക് ഇൽമും ഹിക്മത്തും അള്ളാഹു നൽകി. അപ്പോൾ ഇതൊക്കെ നൽകുന്നത് അള്ളാഹുവാണ്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അള്ളാഹു പറയുന്നത് എന്താണ്? പ്രാർത്ഥിക്കണം എന്നാണ്. എന്ത് പ്രാർത്ഥിക്കണം? റബ്ബി സിദ്നി ഇൽമ, എനിക്ക് ഇൽമ വർദ്ധിപ്പിക്കണമേ.
ആ പ്രാർത്ഥനക്കനുസരിച്ച് അള്ളാഹുവിന്റെ റസൂലിന് വഹീകൾ അള്ളാഹു നൽകിക്കൊണ്ടേയിരുന്നു എന്നാണ്, ഹിക്മത്തുകൾ നൽകിക്കൊണ്ടേയിരുന്നു. ഉലമാക്കൾ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ല, മുഴുവൻ സൃഷ്ടികളോടും സിയാദത്തിന് വേണ്ടി റബ്ബ് ആവശ്യപ്പെടാൻ പറഞ്ഞ ഒരേ ഒരു വിഷയം ഇൽമാണ് എന്നാണ്. അള്ളാഹുവെ സമ്പത്ത് വർദ്ധിപ്പിച്ചു തരണമേ എന്ന ഒരു ദുആ അല്ല, സമ്പത്തിൽ ബറക്കത്തുണ്ടാവണമേ എന്ന ദുആയുള്ളൂ. എന്നാൽ ഇൽമിന്റെ വിഷയം വരുന്നിടത്ത് മാത്രമാണ് സിയാദത്ത് ആവശ്യപ്പെടാൻ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സിയാദത്തിന് വേണ്ടി ചോദിച്ചത് ദുനിയാവല്ല, ഇൽമാണ്. കാരണം ഇൽമു കൊണ്ടാണ് അന്ധകാരങ്ങൾ ഇല്ലാതെയാകുന്നത്, അന്ധവിശ്വാസങ്ങൾ ഇല്ലാതെയാകുന്നത്, അഭിപ്രായ ഭിന്നതകൾ ഇല്ലാതെയാകുന്നത്, മനസ്സമാധാനം നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങൾ അതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ കഴിയുന്നത് എല്ലാം അറിവ് കൊണ്ടാണ്. അറിവ് അതാണ് മനുഷ്യനെ യഥാർത്ഥത്തിൽ ഇഹപര വിജയങ്ങൾക്ക് അവനെ സഹായിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും ആദ്യം അവതരിപ്പിക്കപ്പെട്ട അധ്യായവും ആ അധ്യായം തുടങ്ങുന്നത് ഒന്നാമത്തെ ചാപ്റ്റർ എന്ന അർത്ഥത്തിലല്ല, ഒന്നാമത് അവതരിപ്പിക്കപ്പെട്ട സൂറത്തുൽ അലഖ് തുടങ്ങുന്നത് പോലും ഒരു കൽപ്പനയിലൂടെയാണ്. ഇഖ്റ, വായിക്കണം എന്ന. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടിച്ച റബ്ബിന്റെ നാമത്തിൽ വായിക്കണം. കാരണം അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത് വായിച്ച് പഠിക്കാനാണ്, എഴുതി പഠിക്കാനാണ്. അതുകൊണ്ടാണ് മനുഷ്യനെ പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചു. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്തു പറഞ്ഞ വിഷയത്തിൽ ഒന്ന് പേനയാണ്. നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ. വൽ ഖലം, പേന തന്നെയാണ് സത്യം. വമാ യസ്തുറൂൻ, അത് എഴുതുന്നതും തന്നെയാണ് സത്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ആദ്യം സൃഷ്ടിച്ച സൃഷ്ടികളിൽ ഒന്ന് പേനയാണ്. അവ്വലു മാ ഖലഖല്ലാഹുൽ ഖലം, അള്ളാഹു ആദ്യം സൃഷ്ടിച്ചത് അർശിന് ശേഷം അൽ ഖലമാണ്, പേനയാണ്. അപ്പോൾ അത്രമാത്രം പ്രാധാന്യമുണ്ട് എഴുത്തിനും വായനക്കും അറിവ് വർദ്ധിക്കുന്നതിനും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫജ്റിന് ശേഷം നടത്തിയ ദുആയിലുള്ളത് അതാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ ത്വയ്യിബ വഅമലൻ മുതഖബ്ബല. അല്ലാഹുവേ, ഞാൻ നിന്നോട് ഉപകാരപ്രദമായ അറിവിനെ തേടുന്നു റബ്ബേ, നല്ല റിസ്ഖിനെ തേടുന്നു റബ്ബേ, സ്വീകരിക്കപ്പെടുന്ന അമലിനെ തേടുന്നു റബ്ബേ. അവിടെയും ഉപകാരപ്രദമായ ഇൽമാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫ, ഉപകാരമില്ലാത്ത അറിവിൽ നിന്ന് നീ എന്നെ സംരക്ഷിക്കണേ റബ്ബേ എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിട്ടുണ്ട്. കാരണം അറിവുകളിൽ വളരെ വലുത് ഉപകാരമില്ലാത്തതാണ്. ഇഹത്തിലും പരത്തിലും ഉപകാരമില്ലാത്ത പലതും മനുഷ്യൻ അറിയുന്നു. എന്നാൽ ഇഹത്തിലും പരത്തിലും ഉപകാരമുള്ള ധാരാളം അറിവുകളെ കുറിച്ച് അവൻ അജ്ഞതയിലായിരിക്കുകയും ചെയ്തിരിക്കുന്നു. വല്ലാഹുൽ മുസ്തആൻ വഅലൈഹി തുക്ലാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനസ്സിൽ തട്ടി ഞാനും നിങ്ങളും നിർവഹിക്കേണ്ടുന്ന ദുആ ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു പഠിപ്പിച്ചു കൊടുത്ത ദുആണത്. റബ്ബി സിദ്നി ഇൽമാ, അല്ലാഹുവേ നീ എനിക്ക് ഇൽമു വർദ്ധിപ്പിക്കണമേ. കാരണം മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ, അല്ലാഹു ഒരാൾക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ മതത്തിൽ അല്ലാഹു അയാൾക്ക് അറിവ് നൽകുന്നതാണ്. ആ അറിവ് അയാളുടെ ഖൈറാണെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുന്നു. ഇത് സൂറത്തു ത്വാഹയിലെ 114 ആയത്തിൽ കാണാം. ഈ ദുആ പഠിച്ചു മനസ്സിലാക്കി ചൊല്ലുക. അതേപോലെ തന്നെ മറ്റൊരു ദുആ ആണ് സൂറത്തുൽ ബഖറയിലെ 285 ആയത്തിൽ. വിശ്വാസികളുടെ പ്രാർത്ഥനയായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഖാലു, അവർ ഇങ്ങനെ പ്രാർത്ഥിക്കും, സമിഅനാ വ അതഅനാ, അല്ലാഹുവേ ഞങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു. സമിഅനാ വ അതഅനാ, ഞങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു. ഗുഫ്റാനക റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ നിന്റെ ഗുഫ്റാൻ, നിന്റെ മഗ്ഫിറത്ത് അത് നീ ഞങ്ങൾക്ക് നൽകണേ. നിന്നോട് ഞങ്ങൾ പാപമോചനം തേടുന്നു. ഗുഫ്റാനക റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ നിന്നോട് ഞങ്ങൾ പാപമോചനം തേടുന്നു. വ ഇലൈക്കൽ മസീർ, നിന്നിലേക്കാണ് റബ്ബേ മടങ്ങുന്നത്, മടക്കം നിന്നിലേക്കാണ്. വ ഇലൈക റുജൂ, നിന്നിലേക്കാണ് റബ്ബേ മടങ്ങുന്നത്. ഈ പ്രാർത്ഥനയുടെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ഇവിടെ അള്ളാഹുവിനോട് മഗ്ഫിറത്തിനെ തേടുന്നതിന് മുമ്പ് പറയുന്ന ഒരു വേർഡ് ഉണ്ട്. എന്താണത്? സമിഅനാ വ അതഅനാ, ഞങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇസ്ലാമിന്റെ വിഷയങ്ങൾ വഹയിലൂടെ, ഖുർആനിലൂടെ, ഹദീസിലൂടെ പഠിപ്പിക്കപ്പെടുന്ന ധാരാളം കാര്യങ്ങളിൽ ചിലത് പ്രത്യക്ഷത്തിൽ തന്നെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതാണ്, അതാണ് മഹാഭൂരിപക്ഷവും. എന്നാൽ ചിലത് പെട്ടെന്ന് ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ദീർഘമായ ചിന്തകൾക്കും പഠനത്തിനും ശേഷം മനസ്സിലാക്കാൻ കഴിയുന്ന ചിലതുണ്ട്. ചിലത് തീരെ മനസ്സിലാക്കാൻ മനുഷ്യന്റെ ബുദ്ധി അശക്തമായി തീരുന്ന കാര്യങ്ങളുണ്ട്. ഏത് വിഷയം വന്നാലും അതിനെ യുക്തിവാദം കൊണ്ടോ ശാസ്ത്രം കൊണ്ടോ നിഷേധിക്കാതെ
അല്ലെങ്കിൽ പെട്ടെന്ന് തങ്ങളുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല എന്നതിൻ്റെ പേരിൽ അതിനെ തള്ളുന്ന ഒരു സ്വഭാവമുണ്ടെങ്കിൽ അത് ഇരുലോകത്തും വലിയ അപകടമാണ്. ഈ ആയത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് പറഞ്ഞു, വഇൻ തുബ്ദൂ മാ ഫീ അൻഫുസികും ഔ തുഖ്ഫൂഹു യുഹാസിബുകും ബിഹില്ലാഹ് ഫയഗ്ഫിറു ലിമൻ യശാഉ വ യുഅദ്ദിബു മൻ യശാഉ വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. നിങ്ങൾ എന്തൊന്ന് വെളിവാക്കിയാലും, നിങ്ങൾ മനസ്സിൽ തന്നെ ഒളിപ്പിച്ചു വെച്ചാലും അള്ളാഹു അതിൻ്റെ പേരിൽ നിങ്ങളെ വിചാരണ ചെയ്യും. വഇൻ തുബ്ദൂ മാ ഫീ അൻഫുസികും ഔ തുഖ്ഫൂഹു, നിങ്ങളുടെ നഫ്സിന്റെ അകത്തുള്ളത്, കൽബിന്റെ അകത്തുള്ളത് നിങ്ങൾ വെളിവാക്കിയാലും ശരി, വെളിവാക്കാതെ മനസ്സിൽ തന്നെ സൂക്ഷിച്ചാലും ശരി, യുഹാസിബുക്കും ബിഹില്ലാഹ്, അള്ളാഹു അതിനെ വിചാരണക്ക് കൊണ്ടുവരും. ഈ ആയത്ത് സ്വഹാബികൾക്ക് വലിയ വിഷമമുണ്ടാക്കിന. എന്നിട്ട് അവർ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, യാ റസൂലല്ലാഹ് കുല്ലിഫ്നാ മാ ലാ നുതീഖ്, ഞങ്ങൾക്ക് കഴിയാത്തത് അള്ളാഹു ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നു എന്നവർ പറഞ്ഞു. കാരണം ഹൃദയത്തിലുള്ളത് നാവ് കൊണ്ട് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ അതിൻ്റെ പേരിൽ പിടികൂടുന്നത് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്. പക്ഷെ മനസ്സിലെ ചിന്തകളെ എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും? മനസ്സിലേക്ക് തോന്നലുകൾ വരികയല്ലേ, മനഃപൂർവ്വമല്ല പല തോന്നലുകളും. അപ്പോൾ മനഃപൂർവ്വമല്ലാതെ മനസ്സിൽ വരുന്ന ചില കാര്യങ്ങളുടെ പേരിലും അള്ളാഹു പിടികൂടുകയാണെങ്കിൽ ഞങ്ങൾ നശിച്ചത് തന്നെ. അതുകൊണ്ട് ഞങ്ങൾക്ക് കഴിയാത്തതാണ് അള്ളാഹു പറഞ്ഞത് എന്നവർ പറയുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചത്, യഹൂദന്മാർ പറഞ്ഞതുപോലെ പറയാനാണോ നിങ്ങളും തീരുമാനിച്ചിട്ടുള്ളത്? അവരെന്താ പറഞ്ഞത്? സമിഅനാ വഅസൈന, ഞങ്ങൾ കേട്ടു പക്ഷേ അനുസരിക്കാൻ പറ്റൂല. വഅസൈന, ഇത് ഞങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല എന്നവർ പറഞ്ഞു. എന്നതുപോലെ നിങ്ങളും പറയാൻ പോവുകയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, സമിഅനാ വഅസൈന എന്നാണോ? അങ്ങനെ പറയല്ലേ, നിങ്ങൾ ആദ്യം അത് അനുസരിക്കുക, ശേഷം റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ ഇളവുകൾ ഉണ്ടായേക്കാം. പക്ഷെ നിങ്ങൾ ഏതൊരായത്തിൽ ഒരു ഹുക്മ അള്ളാഹു പറഞ്ഞാലും ആദ്യം തന്നെ അതിനെ കൗണ്ടർ ചെയ്യല്ല വേണ്ടത്. പിന്നെയോ സമിഅനാ വഅതഅന, സമിഅനാ വഅതഅന എന്നിട്ടാണ് അള്ളാഹു ആ ഗംഭീരമായ ആയത്ത് 285, 286 ഏറ്റവും അതുല്യമായ പ്രവാചകന് നൽകപ്പെട്ട 2 ആയത്തുകളിൽ, 2 പ്രകാശങ്ങളിൽ അതിലൊരു പ്രകാശമാണ് ഈ 2 ആയത്ത്. ആ ആയത്തിന്റെ ആദ്യത്തെ ആയത്ത്, ആ 2 ആയത്തിൽ ആദ്യത്തെ ആയത്താണ് ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ. റസൂല്, അള്ളാഹുവിന്റെ റസൂല്, എല്ലാ റസൂലുകളും അതേപോലെ തന്നെ വിശ്വാസികളും അള്ളാഹുവിൽ നിന്ന് എന്താണോ അവതരിച്ച് കിട്ടുന്നത് അതിൽ വിശ്വസിച്ചിരിക്കും. എന്താണോ അള്ളാഹു അവതരിപ്പിച്ചത്, കുല്ലു മിൻ ഇൻദി റബ്ബിന, എല്ലാം റബ്ബിന്റെ അടുത്ത് നിന്നാണ്. കുല്ലുൻ ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി, എല്ലാവരും അള്ളാഹുവിലും മലക്കുകളിലും റസൂലുകളിലും ഒക്കെ വിശ്വസിച്ചിരിക്കും. ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലി, അമ്പിയാക്കൾക്കിടയിൽ ഒരാൾക്കിടയിലും ഞങ്ങൾ വിവേചനം കാണിക്കുകയില്ല. വഖാലു സമിഅനാ വഅതഅന, അവർ പറയുകയും ചെയ്തു, ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു. ഗുഫ്രാനക റബ്ബനാ വഇലൈക്കൽ മസീർ, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് പുറത്തു തരണേ റബ്ബേ, നിന്നിലേക്കാണ് മടക്കം. കാരണം മനുഷ്യൻ കാണാത്തത് കാണുകയും കേൾക്കാത്തത് കേൾക്കുകയും അറിയാത്തത് അറിയുകയും മനസ്സിലാക്കാൻ പറ്റാത്തത് മനസ്സിലാക്കുകയും ചെയ്യുന്ന ലോകമാണ് മഹ്ശർ. ഫബസറുകൽ യൗമ ഹദീദ് എന്നാണ്, ഇന്ന് നിന്റെ കാഴ്ച വളരെ ക്ലിയറാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ മഹ്ശറിൽ ഇതിൻ്റെ ഒക്കെ രഹസ്യങ്ങൾ വെളിവാക്കപ്പെടുന്ന. ചിലർക്ക് അല്ലാഹു ഭൂമിയിൽ വെച്ച് തന്നെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്, അമ്പിയാക്കൾക്ക് അല്ലാഹു ഇത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഇതിൻ്റെ ഒക്കെ ഒരു യാഥാർത്ഥ്യം അല്ലാഹു കാണിച്ചു കൊടുത്തിട്ടുണ്ട്. വകദാലിക നുരി ഇബ്രാഹിമ മലകൂത സമാവാതി വൽ അർദ് വലിയകൂന മിനൽ മുഖിനീൻ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം യഖീനുള്ള ആളുകളിൽ ഉൾപ്പെടാൻ വേണ്ടി ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിന്റെയും അത് നിലനിൽക്കുന്നതിൻ്റെയും രഹസ്യം അള്ളാഹു ഇബ്രാഹിം നബിക്ക് കാണിച്ചു കൊടുത്തു. ലോകത്തിലെ ഒരു സയന്റിസ്റ്റും കാണാത്തത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കണ്ടിട്ടുണ്ട്, അള്ളാഹു കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യവും. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് അതുകൊണ്ടാണ്, നിങ്ങൾ കാണാത്ത പലതും മിഅ്റാജിന്റെ രാത്രിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങൾ ഇന്ന് വരെ കേൾക്കാത്ത ഒരുപാട് ശബ്ദം ഞാൻ കേട്ടിട്ടുണ്ട് റസൂലുള്ള പറയാം. നമ്മളാരും കേൾക്കുന്നില്ല, മനുഷ്യർ മുഴുവൻ. ശ്രദ്ധിക്കുക, എല്ലാ മനുഷ്യരും ബധിരന്മാരാണ്. അള്ളാഹു ഉദ്ദേശിച്ച വിഷയത്തിൽ മാത്രമേ സമഉള്ളൂ. പോയിന്റ് ഒന്നുകൂടി കേട്ടോളൂ, എല്ലാ മനുഷ്യരും ബധിരന്മാരാണ്. അള്ളാഹു ഉദ്ദേശിച്ച വിഷയത്തിൽ മാത്രമേ സമഉള്ളൂ. നമ്മൾ കേൾക്കുന്ന ശബ്ദത്തേക്കാൾ 99% സൗണ്ടുകളും നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല. ജിന്നുകളുടെ സംസാരം,
നമുക്ക് കേൾക്കാൻ പറ്റുകയില്ല. ജീവജാലങ്ങൾ, ഉറുമ്പ്, നമ്മുടെ ചുറ്റിലും നടന്നു പോകുന്ന ഉറുമ്പുകൾ, പറവകൾ, പക്ഷികൾ, ഇവരൊക്കെ പല നിലക്കുമുള്ള സംസാരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ആകാശം, ഭൂമി തിരിയുന്നതിന് സൗണ്ട് ഉണ്ട്, അത് മനുഷ്യന് കേട്ടാൽ താങ്ങൂല എന്നാ. നക്ഷത്രങ്ങൾ, നമുക്കറിയാം ഒരു ചക്രം തിരിയുമ്പോൾ എത്ര സൗണ്ട് ഉണ്ടാവും. നക്ഷത്ര ലോകങ്ങളൊക്കെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു, ഈ യൂണിവേഴ്സിന് വലിയൊരു സൗണ്ട് ഉണ്ട് എന്നാ. നമുക്കത് കേൾക്കാൻ പറ്റുകയില്ല. അള്ളാഹു ധാരാളം കാര്യങ്ങളെ നമ്മുടെ ചെവിക്ക് കേൾക്കാൻ പറ്റാതാക്കിയിട്ടുണ്ട്. ഖബർസ്ഥാനിലൂടെ പോകുമ്പോൾ ഖബറിൻ്റെ അകത്തുള്ള ശിക്ഷ അനുഭവിച്ച് കരച്ചിൽ ജിന്നുകളും മനുഷ്യരുമല്ലാത്ത മറ്റെല്ലാ മൃഗങ്ങളും അത് കേൾക്കുന്നുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നമ്മൾ കേൾക്കുന്നില്ല, പക്ഷെ ആ ഖബറിലുള്ള ആള് കരയുന്നത് പൂച്ച കേൾക്കുന്നുണ്ട്. ആ ഖബറിലുള്ള ആള് കരയുന്നത് ആ പരിസരത്തുള്ള പക്ഷികൾ കേൾക്കുന്നുണ്ട്. റബ്ബ് നമ്മുടെ കാതിൽ നിന്ന് അതിനെ മറച്ചു വെച്ചതാണ്, നമുക്ക് കേൾക്കാൻ പറ്റൂല. മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ മയ്യത്ത് സംസാരിക്കുന്നുണ്ട്, തോളിലെടുത്ത ആള് പോലും അത് കേൾക്കുന്നില്ല എന്നാണ്. സാലിഹായ മനുഷ്യനാണെങ്കിൽ കദ്ദിമൂനി, വേഗം കൊണ്ടുപോ എന്ന് പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ അള്ളാഹു ഇത് കേൾപ്പിക്കാനിട്ടാണ്. കേട്ടാൽ നിങ്ങൾ ബോധം കെട്ടു വീഴും, മയ്യത്ത് കൊണ്ടുപോകാൻ കഴിയില്ല, നിങ്ങൾ ബോധം കെട്ടു വീഴും. അതുകൊണ്ട് അള്ളാഹു നിങ്ങളെ കേൾപ്പിക്കാനിട്ടാണ്. മറ്റു ജീവികളൊക്കെ അത് കേൾക്കുന്നുണ്ട് എന്നാണ്. മറ്റു ജീവികളൊക്കെ അത് കേൾക്കുന്നുണ്ട്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നില്ല. എല്ലാം കേൾക്കുകയും അറിയുകയും മനസ്സിലാക്കുകയും ഇതിൻ്റെ ഒക്കെ ഒരു ഹഖീഖത്ത് തിരിച്ചറിയുകയും ചെയ്യുന്ന ഒരു ലോകം വരാനുണ്ട്. ഇത് തിരിച്ചറിയണം. അതാണ് ഈ പ്രാർത്ഥന എങ്ങനെ അവസാനിപ്പിച്ചത്, ഇലൈക്കൽ മസീർ, അള്ളാഹുവേ നിന്നിലേക്കാണ് മടങ്ങി വരുന്നത്. അതുകൊണ്ട് ഗുഫ്രാനക റബ്ബന, പടച്ചോനെ പുറത്തു തരണേ. ഒരുപാട് വിഷയങ്ങളിൽ ഞങ്ങൾക്ക് വീഴ്ച വന്നിട്ടുണ്ട്, അബദ്ധങ്ങൾ വന്നിട്ടുണ്ട്. റബ്ബെ, നിന്നെ മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കുന്നതിൽ, നിന്റെ നബിയെ മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കുന്നതിൽ, ഇസ്ലാമിൻ്റെ അഹ്കാമുകളെ മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കുന്നതിലൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് വീഴ്ച വന്നിട്ടുണ്ട്. അതുകൊണ്ട് സമീഅനാ വ അത്അനാ, ഞങ്ങളുടെ അഖീദ ഞങ്ങൾ ശരിയാക്കിയിട്ടുണ്ട് റബ്ബെ, ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. ഗുഫ്രാനക റബ്ബനാ വ ഇലൈക്കൽ മസീർ. ഈ ഒരു പ്രാർത്ഥനയും നമ്മൾ ഗൗരവപൂർവ്വം ഓർത്തു വെച്ച് നമ്മുടെ ദുആകളിൽ ഉൾപ്പെടുത്തണം. സൂറത്തുൽ ബഖറയിലെ 255 ദുആ ആണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖി മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, എല്ലാ ശനിയാഴ്ചയും ഫജ്ർ നമസ്കാര ശേഷം മർക്കസ് ഇമാം ഷാഫിഈൽ പരിശുദ്ധ ഖുർആനിൻ്റെ തഫ്സീർ ക്ലാസ് നടക്കുന്നുണ്ട്. കഴിവിൻ്റെ പരമാവധി ആളുകൾ ആ ഒരു അറിവിൻ്റെ മജ്ലിസിനെ ഉപയോഗപ്പെടുത്തുക. എല്ലാ ഞായറാഴ്ചകളിലും ഖുർആൻ പാരായണത്തിന് സഹായിക്കുന്ന രൂപത്തിലുള്ള പഠന കോഴ്സ് നടക്കുന്നുണ്ട്. അതിലും സാധിക്കുന്ന ആളുകളൊക്കെ പങ്കെടുക്കുക. വൈകുന്നേരങ്ങളിൽ എല്ലാ തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ വൈകുന്നേരങ്ങളിൽ ആൺകുട്ടികളുടെ മദ്രസ ഹിഫ്ള് നടക്കുന്നുണ്ട്. സാധിക്കുന്ന ആളുകളൊക്കെ അവരുടെ കുട്ടികളെയും പരിചയത്തിലുള്ളവരെയും ആ മദ്രസയിലേക്ക് പറഞ്ഞയക്കുക. എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും രാവിലെ 8 മണി മുതൽ ളുഹർ വരെ 12:30 1 മണി വരെ പെൺകുട്ടികൾക്കുള്ള മദ്രസ നടക്കുന്നുണ്ട്. എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും. ആ കാര്യവും എല്ലാവരുടെയും ശ്രദ്ധയിൽ ഉണ്ടായിരിക്കട്ടെ. നന്മകളിൽ കൂട്ടാളികളാവുക, നന്മകളിൽ സഹകരിക്കുക, നാം പഠിച്ച അറിവ് മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കുക. അന്ധകാരങ്ങളിൽ നിന്ന്, ഇരുട്ടിൽ നിന്ന്, വലാലത്തിൽ നിന്ന് മനുഷ്യരെ നമ്മെക്കൊണ്ട് സാധിക്കുന്ന രൂപത്തിൽ പ്രകാശത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.